100%. എന്ന് വന്നാൽ ഏതിന് ഞാൻ ഡ്യൂട്ടി കൊടുക്കും. പറ്റുന്ന ഡ്യൂട്ടി ചെയ്യാം. ബൈബിളിൽ ഒരു വചനമുണ്ട്, നിങ്ങൾ പന്നികളുടെ മുന്നിൽ മുത്ത് പൊടിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവന്റെ മുന്നിൽ നമ്മൾ വിളമ്പാൻ നിൽക്കരുത്. മേയറായിട്ടോ MLA ആയിട്ടോ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അവര് ഈ റോഡിൽ ഈ പൊറോട്ട നാടകം കാണിക്കല. എന്റെ വണ്ടി ഓടിക്കുന്ന വണ്ടിയുടെ അതേ ദൂരം തന്നെ ഓടുന്ന വണ്ടിയാണ്. എന്റെ വണ്ടിയിൽ 3000 രൂപ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട്. പോയി വരുമ്പോ 3000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനകത്ത് നിൽക്കുന്നത്? അകത്തെ തന്നെ ആളിൽ തൂങ്ങിയൊന്നും പറഞ്ഞ് പെൻഷൻ കിട്ടുമൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ വണ്ടി വന്ന് ഞാൻ എന്റെ വണ്ടിയെ ഡ്യൂട്ടി തന്നേക്കാം. എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ മേയറും MLA അവരിയ്ക്കുന്ന തസ്തികയുടെ വില എന്തെന്നോ മൂല്യം എന്തെന്നോ അറിയില്ല. ബൈബിളിലൊരു വചനമുണ്ട്, നിങ്ങൾ പന്നികളുടെ മുന്നിൽ മുത്ത് പൊടിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവന്റെ മുന്നിൽ നമ്മൾ വിളമ്പാൻ നിൽക്കരുത്. കാരണം മേയറായിട്ടോ MLA ആയിട്ടോ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അവര് ഈ റോഡിൽ ഈ പൊറോട്ട നാടകം കാണിക്കല. ഒരു ഡ്രൈവറോട് തായം കളിക്കാനുള്ള സ്ഥാനമാണോ അവര് വഹിക്കുന്നത്? ഒരു ബസ് ഡ്രൈവറുമായിട്ട് യുദ്ധം ചെയ്യാൻ ഇരിക്കുന്നതാണോ? അവർക്ക് മേയർക്ക് ഒരു ഫോൺ കോള് കയ്യിലിരിക്കുന്ന ഫോൺ എടുത്തിട്ട് ഒരു കോള് അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് മേയർ പറയാണ് ഇന്ന വണ്ടി ഇന്നപോലെ ഔപര്യാദ പെരുമാറി, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തു, അത് കേസെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കൂല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അത്രയും വലിപ്പമുള്ള ആൾക്കാർ പറയാതെ തന്നെ എന്നെയൊക്കെ ബുദ്ധിമുട്ടിപ്പിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം ഇത് നിസ്സാരമായി ചെയ്യാവുന്ന കാര്യം. ഈ ഞാൻ ചോദിക്കുന്ന കോളേജിലൊക്കെ പിള്ളേര് ബസ് തടയാന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമായി പോയില്ലേ? നാണമുണ്ടെങ്കിൽ ഈ മേയറും MLA കൂടെ ഈ പണി കാണിക്കുമോ? ഒരു ബസ് തടഞ്ഞ് ഡ്രൈവറോട് തായം കളിക്കാനുള്ളതാണോ അവര് വഹിക്കുന്ന തസ്തിക? ജനം ചോദിക്കുന്നത് സത്യമല്ലേ? കാരണം ഇവരോട് നിയമം കയ്യിലെടുക്കാൻ ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത്? അതോ KSRTC അല്ലെങ്കിൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രനോ ഈ പറഞ്ഞ MLA വല്ലല്ലോ? അപ്പൊ അതിന്റേതായ വകുപ്പിന് ഭരിക്കുന്ന മന്ത്രിയുണ്ട്, അവര് പറയട്ടെ. പിന്നെ എല്ലാത്തിനും സൂപ്പർ പവർ ഒരാളുണ്ട്, സൂപ്പർ പവർ തീരുമാനിക്കും, അത് നടപ്പിലാക്കും. എന്റെ കാര്യത്തിലും ഞാൻ അന്യായമായിട്ട് നിയമം ഇല്ലാതെ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് അന്നിരുന്ന മന്ത്രി ഘോരം പ്രസംഗിച്ചായിരുന്നല്ലോ. ഇന്ന് ഡിസംബർ 26-ാം തീയതി മുതൽ ഇന്ന് വരെ എന്റെ വണ്ടി ഭംഗിയായിട്ട് ഓടുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. എന്നിട്ടും ഇപ്പോഴും ഞാൻ അനധികൃത സർവീസുകാരനാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം ചുരുക്കത്തില് നെല്ലും പതിലും തിരിച്ചറിയാനുള്ള വിവരം ഈ പറഞ്ഞ സാറുമാർക്ക് ഇല്ല. അത്രേ ഉള്ളൂ. 100%. എന്ന് വന്നാൽ ഏതിന് ഞാൻ ഡ്യൂട്ടി കൊടുക്കും. പറ്റുന്ന ഡ്യൂട്ടി ചെയ്യാം. അല്ലാത്തതിന് ഞാൻ അടുത്ത ആളിനെ ഇട്ടോളാം. അത് പറയേണ്ട കാര്യമില്ല. വരുമ്പോൾ ഏതിന് ഡ്യൂട്ടി. പിന്നെ മാന്യമായിട്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവറാണെന്നും അവര് മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതിനകത്ത് എനിക്ക് വേറെ ആരുടെ ചീറ്റിന്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും എന്റെ അടുത്ത് വന്നാൽ ഞാൻ ഡ്യൂട്ടി കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഉള്ള എന്റെ സർവീസുകൾ ഞാൻ ഓടിപ്പിക്കുകയും ചെയ്യും.